ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കുന്നത് നമ്മുടെ സിങ്കിൻ്റെ ഏരിയയിൽ തന്നെ ഒരു മോട്ടറിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലൊരു പവർ പ്ലഗും, അതായത് 20 ആംസിൻ്റെ അല്ലെങ്കിൽ 16 ആംസിൻ്റെ പവർ പ്ലഗ് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് DP സ്വിച്ചാണ് നമ്മൾ മോട്ടറിന് വേണ്ടി കൊടുത്തിരിക്കുന്ന DP സ്വിച്ച്. DP സ്വിച്ച് ഉദ്ദേശിച്ച ഫേസും ന്യൂട്രും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അടുത്തത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു 1 വേ സ്വിച്ചിൻ്റെ ഒരു എക്സോസ്റ്റിൻ്റെ പോയിൻ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് ഒരു പവർ പ്ലഗ്ഗാണ് വരുന്നത്. പവർ പ്ലഗ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, കണ്ടോ, സെപ്പറേറ്റ് വന്നിരിക്കുന്നത്. അത് എർത്ത് വന്നിരിക്കുന്നത്, എർത്ത് നേരെ അതിലേക്ക് ആ പ്ലഗിൻ്റെ സെൻറ്ററിലെ എർത്ത് എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ന്യൂട്രൽ വന്നിരിക്കുന്നത് ന്യൂട്രലിലേക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ ഫേസ് വന്നിരിക്കുന്നത് സ്വിച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്വിച്ചിലേക്ക് കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് നേരെ താഴത്തെ ലിങ്ക് ചെയ്തിരിക്കുന്നു. ആ എക്സോസ്റ്റിൻ്റെയും ഈ പ്ലഗിൻ്റെയും ഒരേ കണക്ഷൻ ആയതുകൊണ്ട് താഴത്തെ 2 സ്വിച്ച് ലിങ്ക് ചെയ്തു. പിന്നെ അതിന് ശേഷം എക്സോസ്റ്റ് കൊടുത്തതിന് ശേഷം പ്ലഗ് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് കണ്ടോ, അതിനൊരു ഇൻഡിക്കേഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡിക്കേഷൻ സ്വിച്ചിൻ്റെ ന്യൂട്രൽ കൊടുക്കണം, ആ ന്യൂട്രലിലേക്ക് ന്യൂട്രലും കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഫേസ് ഇടുമ്പോൾ ആ ലീഡിലേക്ക് തന്നെ നമ്മുടെ ആ ഇൻഡിക്കേറ്ററിൻ്റെ ആ പോയിൻ്റ് കൂടി കൊടുക്കണം. എന്നാലാണ് നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് നേരെ വന്ന് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നുണ്ട്. ആ ഒരു നീല വയർ ലിങ്ക് ചെയ്തിരിക്കുന്ന സ്വിച്ചിൽ നിന്ന് നേരെ പ്ലഗിൻ്റെ റൈറ്റ് സൈഡാണ് കൊടുക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു സ്റ്റാൻഡേർഡാണ് റൈറ്റ് സൈഡ് ആയിരിക്കണം, പ്ലഗിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും ഫേസ് വരുന്നത്. കാരണം എല്ലാ ഡിവൈസുകളും അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സോസ്റ്റിൻ്റെ പോയിൻ്റ് ഉണ്ട്. ആ എക്സോസ്റ്റിൻ്റെ പോയിൻ്റ് നമ്മൾ സാധാ ഫേസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ 2 ഫേസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 2 സർക്യൂട്ട് വന്നിട്ടുണ്ട്. ഒരു സർക്യൂട്ട് മോട്ടറിനും ഒരു സർക്യൂട്ട് പവർ പ്ലഗിനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മോട്ടറിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് കണ്ടോ, സിങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ മോട്ടറിൻ്റെ സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിങ്കിലോട് ചേർന്ന് നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം തീർന്നു പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓണാക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ഏറ്റവും നല്ലത് സിങ്കിൻ്റെ അടുത്ത് തന്നെ മോട്ടറിൻ്റെ സ്വിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സെപ്പറേറ്റ് ഇനി സ്ഥലമില്ലെങ്കിൽ തന്നെ സെപ്പറേറ്റ് ഒരു മോട്ടറിന് വേണ്ടി സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിപ്പോൾ ഓൾറെഡി മോട്ടറിൻ്റെ കണക്ഷൻ സർക്യൂട്ട് വന്നിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്, ഫേസ് ന്യൂട്രൽ സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്തിട്ടില്ല, കണക്ട് ചെയ്യാതെ ആ പുറത്തേക്ക് പോകുന്ന ആ പൈപ്പ് മോട്ടറിലേക്ക് പോകുന്നു, അത് പുറത്ത് കിണറിൻ്റെ അടുത്തേക്ക് പോകുന്ന മോട്ടറിൻ്റെ പൈപ്പിനൊരു അതിലൂടെ വേണം നമുക്ക് വലിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ സിങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നമ്മളൊരു സെപ്പറേറ്റ് 2 സർക്യൂട്ട് വലിക്കണം. കാരണം കിണറിൽ നമ്മൾ മോട്ടർ കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്യുന്ന സമയത്ത് നനയുന്ന ഏരിയകളും അതുപോലെ തന്നെ വെള്ളത്തിലിടുന്ന മോട്ടറാണെങ്കിൽ ചെറിയ ലീക്കേജ് കാര്യങ്ങളെല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മറ്റ് സെക്ഷൻ കൂടി ട്രിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് മോട്ടറിന് സെപ്പറേറ്റ് വേറെ ഒരു സ്ഥലത്തു നിന്നും പവർ പ്ലഗുകളിൽ നിന്ന് ഒന്നും എടുക്കാതെ ഡയറക്റ്റായിട്ട് നമുക്ക് മോട്ടറിന് സെപ്പറേറ്റ് ലൈൻ വലിക്കുന്നത് തന്നെയാണ്, സർക്യൂട്ട് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. കംപ്ലയിൻറ്റ്സ് മാക്സിമം ഒഴിവാക്കിയെടുക്കാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. പിന്നെ DP സ്വിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണാം. DP സ്വിച്ച് ഉണ്ടെങ്കിൽ DP സ്വിച്ച് തന്നെ സിസ്റ്റം വെച്ചിട്ട് നമ്മുടെ TV ഏരിയയിൽ ചെയ്യുകയാണെങ്കിലായിരിക്കും. കാരണം ഇടിമിന്നൽ കാര്യങ്ങളും അതുപോലെ തന്നെ കിട്ടുന്നതിന് ഇടിമിന്നലിൽ നിന്ന് മാക്സിമം നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന TV ഏരിയ സംരക്ഷിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിന് വേണമെങ്കിലും നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.